ബംഗ്ലാദേശിൽ എന്താണ് നടക്കുന്നത്? ഒരു അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് ഉദ്യോഗസ്ഥൻ മരിച്ചു. പിന്നാലെ ഒരു പാക് ISI ഏജന്റും കൊല്ലപ്പെട്ടു. ധാക്ക വിമാനത്താവളം കത്തുന്നു. റഷ്യയുടെ ആണവ ഉപകരണങ്ങൾ വരെ തീയിൽ നശിച്ചു. ഇതിനിടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ലക്ഷ്യമിട്ടുള്ള ഒരു വലിയ ഗൂഢാലോചന നടന്നു എന്ന വാർത്ത. ഇതിലെന്താണ് സത്യം? ഇതൊരു രാജ്യത്തിന്റെ മാത്രം കഥയല്ല. അമേരിക്ക, ഇന്ത്യ, ചൈന, റഷ്യ, പാകിസ്ഥാൻ ഈ രാജ്യങ്ങളുടെ എല്ലാം ചാരന്മാർ ബംഗ്ലാദേശിനെ ആഗോള പ്ലേ ഗ്രൗണ്ടായി മാറ്റിയിരിക്കുകയാണ്. ഈ കളിയുടെ ഓരോ നീക്കവും ഇന്ത്യയെ എങ്ങനെ ബാധിക്കുന്നു? ആരാണ് ഇവിടെ യഥാർത്ഥത്തിൽ ജയിക്കുന്നത്? ഇതൊരു ചെറിയ വിഷയമല്ല. ഇതിന് പിന്നിൽ കച്ചവട താല്പര്യമുണ്ട്, ഗാർമെന്റ്സ് ഉണ്ട്, LNG ഉണ്ട്, ജിഹാദികൾ ഉണ്ട്. ഒരൊറ്റ വീഡിയോയിൽ ഇതെല്ലാം വിശദമായി പറയാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ഈ വിഷയത്തിന്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാമല്ലോ. അതിനാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ അമർത്തുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും രാജ്യസ്നേഹികൾക്കും ഷെയർ ചെയ്യുക. ഒപ്പം ഇതുപോലെയുള്ള പ്രതിരോധ വിശകലനങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി അമർത്തുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. നമുക്ക് തുടങ്ങാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ബംഗ്ലാദേശ് ഇപ്പോൾ അതിസങ്കീർണമായ ഒരു മൾട്ടി ഏജൻസി ഓപ്പറേഷൻ ഗ്രൗണ്ടായി മാറിയിരിക്കുകയാണ്. ബംഗ്ലാദേശിന്റെ ഭരണമാറ്റവും തുടർന്നുള്ള സംഭവ വികാസങ്ങളും കേവലം ആഭ്യന്തര പ്രശ്നങ്ങളല്ല. US-ന്റെ CIA, റഷ്യയുടെ FSB, പാകിസ്ഥാന്റെ ISI, ചൈനയുടെ MSS, ഇന്ത്യയുടെ RAW എന്നീ ശക്തികൾ തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ നടത്തുന്ന സമാന്തരമായ യുദ്ധത്തിന്റെ ഭാഗമാണ്. ദുരൂഹ മരണങ്ങൾ. US ഓപ്പറേറ്റീവ് ട്രെൻസ് ജാക്സൺ, ചാൾട്ടൺ വിസ്കി പോലുള്ള കോഡുകൾ ഉപയോഗിച്ച് ജാക്സന്റെ യൂണിറ്റ് നടത്തുന്ന ദൗത്യങ്ങളുടെ ലക്ഷ്യം ഭരണമാറ്റം സാധ്യമാക്കുകയും അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ ഗ്രൂപ്പുകളെ അധികാരത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്യുക എന്നതാണ്. വെസ്റ്റേൺ ഹോട്ടലിൽ 808 റൂം നമ്പർ. ഇയാളുടെ മരണം യാദൃച്ഛികമല്ല. ഓഗസ്റ്റ് 28-നും 30-നും ഇടയിൽ ഇയാളും മുൻ US അംബാസിഡർ പീറ്റർ ഹാസും തമ്മിൽ 6 മുതൽ 8 വരെ എൻക്രിപ്റ്റഡ് കോളുകൾ പോയതായി കണ്ടെത്തി. ഓരോ കോളിൻ്റെയും ദൈർഘ്യം 3 മിനിറ്റിന് താഴെയായിരുന്നു. ഇത് സന്ദേശങ്ങൾ കൈമാറാൻ മാത്രം ഉപയോഗിച്ച ക്രിപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു എന്ന് വ്യക്തം. അമേരിക്കൻ ഏജന്റിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: ബംഗ്ലാദേശിന്റെ തെരഞ്ഞെടുപ്പ് അട്ടിമറി, വിദ്യാർത്ഥി മുന്നണിയെ നാഷണൽ സിറ്റിസൺ പാർട്ടി NCP പോലുള്ള സിവിൽ സൊസൈറ്റി ഫ്രണ്ടുകൾക്ക് ധനസഹായം നൽകുക, തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അമേരിക്കയ്ക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കുക, തന്ത്രപരമായ ഇടനാഴി, തെക്കൻ തീരപ്രദേശങ്ങളിലെ ചിറ്റഗോങ്, കോക്കസ് ബസാർ മേഖലകളിൽ സ്വാധീനം ഉറപ്പിച്ച് മ്യാൻമാർ അതിർത്തിയിലേക്ക് ഒരു തന്ത്രപരമായ ഇടനാഴി സ്ഥാപിക്കുക. മറ്റൊരു ഏജൻസിയായ പാകിസ്ഥാന്റെ ISI പ്രതികാരം, മീറ്റർ ഹിറ്റ്. ജാക്സന്റെ മരണം സംഭവിച്ച ഉടൻ ഒരു മുതിർന്ന ISI ലൈസൺ ഓഫീസർ ഷേർ-ഇ-ആസാം കൊല്ലപ്പെട്ടത് കൃത്യമായ ഒരു പ്രതികാര നടപടിയാണ് തോന്നിപ്പിക്കുന്നത്. എന്നാൽ ഇന്ത്യയുടെ അജ്ഞാതൻ ചെയ്തതെന്ന് പറയപ്പെടുന്നു. ബംഗ്ലാദേശിൽ പാക് ISI ദൗത്യം എന്തായിരുന്നു? പാക് ബ്രിഗേഡിയർമാരും ജനറൽമാരും കോക്കസ് ബസാർ സന്ദർശിച്ചത് അവിടെയുള്ള ചംകുകൾ, ബുദ്ധമതക്കാർ തുടങ്ങിയ തദ്ദേശീയരെ ഭീഷണിപ്പെടുത്തി ഒഴിപ്പിച്ച് തങ്ങളുടെ തീവ്രവാദ നെറ്റ്വർക്ക് സ്ഥാപിക്കാനാണ്. അമേരിക്കയുടെ ഇടനാഴിക്ക് പാക് സഹായം നൽകി പകരം ഇന്ത്യൻ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പച്ചക്കൊടി നേടാനായിരുന്നു ശ്രമം. മറ്റൊരു ലക്ഷ്യം ISIക്ക് നഷ്ടപ്പെട്ട അവരുടെ പ്രധാന തീവ്രവാദ ഗ്രൂപ്പായ ഹസ്ബുത് താഹിറിനെ ഈ മേഖലയിൽ പുനഃസംഘടിപ്പിക്കുകയായിരുന്നു മറ്റൊരു ലക്ഷ്യം. സാമ്പത്തിക യുദ്ധവും ഊർജ രാഷ്ട്രീയവും. ബംഗ്ലാദേശിന്റെ ഗാർമെന്റ്സ് മേഖലയിലെ കരിനിഴൽ. ബംഗ്ലാദേശിന്റെ കയറ്റുമതിയുടെ 80% വരുന്ന റെഡിമെയ്ഡ് ഗാർമെന്റ്സ് മേഖല ലക്ഷ്യമിടുന്നു. വിമാനത്താവളത്തിലെ തീപിടുത്തത്തിൽ ബില്യൺ കണക്കിന് ഡോളറിന്റെ ചരക്കുകളാണ് കത്തി നശിച്ചത്. ഇതിന് പിന്നാലെ നടന്ന തുടർച്ചയായ ഫാക്ടറി തീപിടുത്തങ്ങൾ ഈ മേഖലയിലെ ആഭ്യന്തര ഉടമസ്ഥതയെയും രാഷ്ട്രീയ സ്വാധീനത്തെയും തകർക്കാനാണ്. ഇത് അന്താരാഷ്ട്ര ഓർഡറുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് ഇന്ത്യ ഉൾപ്പെടെ വഴിതിരിച്ചുവിടാൻ സഹായിക്കും. LNG, റഷ്യൻ ന്യൂക്ലിയർ താൽപ്പര്യങ്ങൾ. ബംഗ്ലാദേശ് ഊർജത്തിനായി ഏറെ ആശ്രയിക്കുന്ന ദ്രവീകൃത പ്രകൃതിവാതകം LNG മേഖലയിൽ അമേരിക്കൻ കമ്പനികളുടെ സ്വാധീനം ഉറപ്പിക്കാൻ CIA ശ്രമിക്കുന്നു.
തദ്ദേശീയ ഗ്യാസ് ബ്ലോക്കുകളെ ചൂഷണം ചെയ്യാനും നീക്കം നടക്കുന്നു. റഷ്യൻ പ്രതിരോധം. വിമാനത്താവളത്തിലെ തീപിടുത്തത്തിൽ റഷ്യൻ ആണവ റിയാക്ടറിനായുള്ള ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചത് റഷ്യക്ക് കനത്ത തിരിച്ചടിയായി. റഷ്യയുടെ വിദേശകാര്യ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനായി KGBയുടെ പിൻഗാമിയായ ഏജൻസികൾ ഇവിടെ സജീവമാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഇന്ത്യയുടെ സേഫ്റ്റി ഡെനയൽ തന്ത്രം. ചൈനീസ് പാക് ലിങ്കുകൾ. പുതിയ ഭരണകൂടം മുഹമ്മദ് യൂനിസിന്റേത് ചൈനയുമായി അടുക്കുവാൻ ശ്രമിക്കുമ്പോൾ പാകിസ്ഥാനുമായി സഹകരിച്ച് ഇന്ത്യയെ ലക്ഷ്യമിടാൻ അമേരിക്ക അനുമതി നൽകുന്നതായി ഇന്ത്യ സംശയിക്കുന്നു. ഇന്ത്യയുടെ ലക്ഷ്യം ഈ പ്രദേശത്തുള്ള ശത്രുക്കളുടെ സംഘടനകളെ സാധ്യത പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നതാണ് ഇന്ത്യയുടെ വ്യക്തമായ ലക്ഷ്യം. മ്യാൻമാർ അതിർത്തിയിലെ ULFA NSCN ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യ നടത്തുന്ന ആക്രമണങ്ങൾ ഈ സുരക്ഷാ തന്ത്രത്തിന്റെ ഭാഗമാണ്. പ്രധാനമന്ത്രി മോദിയും ആഭ്യന്തര ഭീഷണികളും. മോദി ഭീഷണിയുടെ സ്രോതസ്സാകുന്നു. പല അഭ്യൂഹങ്ങൾക്കും വിപരീതമായി ഈ അന്താരാഷ്ട്ര ഏജൻസിയുടെ കളിയുടെ ഫലം പാകിസ്ഥാൻ, ചൈന എന്ന ഏജൻസികളിൽ നിന്ന് മോദിക്ക് നേരെ ഉണ്ടേക്കാവുന്ന ഭീഷണിയെ ഇന്ത്യക്കകത്തേക്ക് കൊണ്ടുവരുന്നു. ഭീഷണിയുടെ കേന്ദ്രം ബംഗ്ലാദേശിൽ നിന്ന് അതിർത്തി കടന്നു വരുന്ന തീവ്രവാദ ഗ്രൂപ്പുകളും അവരുമായി ബന്ധമുള്ള പ്രാദേശിക വിഘടനവാദികളും ലക്ഷ്യമിടുന്നത്. കിഴക്കൻ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് റാലികളെയോ പ്രധാനമന്ത്രിയുടെ സന്ദർശനങ്ങളെയോ ആയിരിക്കും. ചരിത്രപരമായ സൂചന. 2013 പട്നയിൽ ഉണ്ടായ സ്ഫോടനം പോലെ ലഷ്കർ ഇൻ തോയിബ പോലുള്ള ഗ്രൂപ്പുകൾക്ക് പങ്കാളിത്തമുണ്ടായിരുന്ന ആക്രമണങ്ങളുടെ തനിയാവർത്തനം ഉണ്ടാകാതിരിക്കാൻ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ അതീവ ജാഗ്രത പുലർത്തുന്നു. ആഗോള രാഷ്ട്രീയ പിരിമുറുക്കം. ഇന്ത്യയും US മുൻ ഭരണകൂടവുമായി നിലനിൽക്കുന്ന രാഷ്ട്രീയ പിരിമുറുക്കങ്ങൾക്ക് ബംഗ്ലാദേശിലെ സംഭവങ്ങളോട് കണ്ണടയ്ക്കാൻ US പ്രേരണ നൽകിയേക്കാം. ബംഗ്ലാദേശിലെ ഈ ബഹുമുഖ ഇടപാടുകൾ ഇന്ത്യൻ സുരക്ഷാ രംഗത്ത് ദീർഘകാല വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. തീവ്രവാദികൾ, സാമ്പത്തിക അട്ടിമറി, സൈനിക തന്ത്രങ്ങൾ എന്നിവ ഒരുമിച്ച് ചേരുന്ന ഈ സാഹചര്യം ഒരു ജിയോ പൊളിറ്റിക്കൽ റീസെറ്റിന് വഴിയൊരുക്കിയേക്കാം. ഭീഷണി അകത്തോ പുറത്തോ. അവസാനമായി ഈ വിശാലമായ കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ബംഗ്ലാദേശ് ഇന്ന് 5ഓ 6ഓ രാജ്യത്തിൻ്റെ വലിയ രഹസ്യാന്വേഷണ ഏജൻസികൾ ഒരുമിച്ച് വലയെറിയുന്ന ഒരു യുദ്ധക്കളമാണ്. അമേരിക്ക ഇവിടെ തങ്ങളുടെ LNG ബംഗാൾ ഉൾക്കടൽ താൽപ്പര്യങ്ങൾക്കായി ശ്രമിക്കുന്നു. പാകിസ്ഥാൻ ആണെങ്കിൽ പഴയ വിഘടനവാദ ഗ്രൂപ്പുകളെ പുനർജനിപ്പിച്ച് ഇന്ത്യക്ക് കിഴക്കൻ അതിർത്തിയിൽ തലവേദന ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇതിനിടയിൽ റഷ്യ തങ്ങളുടെ ആണവ പദ്ധതികൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നു. ഇന്ത്യയാകട്ടെ ഈ കളിയിൽ നിന്ന് മാറി നിൽക്കാതെ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന എല്ലാ നീക്കങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്നു. ചുരുക്കത്തിൽ ഒരു മരിച്ച അമേരിക്കൻ പൗരൻ, ഒരു മരിച്ച പാക് ഉദ്യോഗസ്ഥൻ, രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്ത തീപിടുത്തങ്ങൾ, റഷ്യൻ ഉപകരണങ്ങൾക്കുള്ള നാശനഷ്ടം, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് വളരെ ഗൗരവമായ എന്തോ ഒന്ന് അവിടെ സംഭവിക്കുന്നുണ്ടെന്നാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നേരെയുള്ള ഭീഷണി പലരും പറയുന്നത് പോലെ അത് ചൈനയിലോ മലേഷ്യയിലോ ആയിരുന്നില്ല. ഈ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ അത് രാജ്യത്തിനകത്തു തന്നെയുള്ള സംസ്ഥാനങ്ങളിലാണ്. കിഴക്കൻ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങളും തീവ്രവാദ ഗ്രൂപ്പുകളുമാണ് നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ ഏറ്റവും കൂടുതൽ ജാഗ്രത വേണ്ടത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ബംഗ്ലാദേശിൽ ആരാണ് ഈ കളിക്ക് നേതൃത്വം നൽകുന്നത്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വാട്സപ്പ് ഗ്രൂപ്പിലും ഷെയർ ചെയ്യുക.